ഹൂലിയൻ അൽവരസും എൻസോയും ഡിപ്പോളും മെക്കയും പ്രസ് ചെയ്ത് നിങ്ങളെ ഒരു വഴുക്കാക്കിയിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ V8 എഞ്ചിനുള്ള സിമിയോണി ജൂനിയറെ അങ്ങ് ഇറക്കി വിട്ടു സ്കലോണി. അർജന്റീനയുടെ എന്താ എനർജി, എന്താ പ്രസ്സിംഗ്, എന്താ പാസിംഗ്, എന്താ ഡിഫെൻഡിങ്, പിന്നെ എന്താ സ്കോറിംഗ്. ഇത് സ്കലോണിയുടെ അർജന്റീനയാണ്. മെസ്സിയുടെ ചുറ്റിനും പോരാളികളെ നിരത്തി മെസ്സി ഡിഫൻഡർ മേക്കറായി നിന്നുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക കിരീടവും ലോകകപ്പും അടിപ്പിക്കാൻ അയാൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ മെസ്സി ഉള്ളപ്പോൾ തന്നെ മെസ്സിക്ക് ശേഷമുള്ള അർജന്റീനയെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സിയുടെ പ്രാധാന്യമില്ലാത്ത കോപ്പ അടിക്കാനും ഇപ്പോൾ ഇതാ ഇല്ലാതെ തന്നെ അർജന്റീന ബ്രസീലിനെ തീർക്കാനും സ്കലോണി പഠിപ്പിച്ചിരിക്കുന്നു. ഗ്രൗണ്ടിൽ ഒരു നിമിഷം ഇത് പഴയ ബാർസലോണയാണോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം മത്സരത്തിൻ്റെ ആദ്യ 15 മിനിറ്റിൽ അർജന്റീനയുടെ ടിക്കി ടാക്കക്ക് മുന്നിൽ ബ്രസീലുകാർ പന്ത് കിട്ടാതെ അലയുന്നത് കണ്ടു. എപ്പോഴൊക്കെ ബ്രസീലിന് പന്ത് കിട്ടിയോ അപ്പോഴെല്ലാം ഹൂലിയൻ്റെയും ഡിപ്പോളിൻ്റെയും എല്ലാം ഹൈ പ്രസ്സിങ്ങിന് മുന്നിൽ ബ്രസീൽ ഡിഫൻസ്, ബ്രസീൽ താരങ്ങളും ഓരോന്നായി പതറി വീണു. അറ്റാക്കിംഗ് തേർഡിൽ ബ്രസീലുകാർക്ക് അർജന്റീനയുടെ താരങ്ങളിൽ നിന്ന് പന്ത് ലഭിച്ചതേയില്ല. ആദ്യ പകുതിയിൽ തന്നെ ക്ലാസിക്കായ 3 ഫിനിഷുകളാണ് അർജന്റീന ചെയ്തു തീർത്തത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് 4-ൽ ഒതുങ്ങിയത് എന്ന് ബ്രസീൽ ഓർക്കണം. ഞങ്ങൾ അർജന്റീനയെ തീർച്ചയായും തോൽപ്പിക്കും, ഞാൻ അർജന്റീനക്കെതിരെ ഗോൾ അടിക്കും. ഇതിന് മത്സരത്തിന് മുന്നേ തന്നെ അർജന്റീന പരിശീലകനായ ലയണൽ സ്കലോണി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അതവരുടെ ആഗ്രഹമല്ലേ, അവർക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാലോ, ഗ്രൗണ്ടിൽ അത് നടപ്പാവില്ലെന്ന് മാത്രമായിരുന്നു സ്കലോണിയുടെ വാക്കുകൾ. 4-1 എന്ന സ്കോറിൽ 1 രേഖപ്പെടുത്തിയത് ക്യൂട്ടി റൊമീറോയുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ബ്രസീലിൻ്റെ സ്കോർ ബോർഡ് നിശ്ചലം തന്നെയായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക് പരിശോധിച്ചാൽ മുകൾ തൊട്ട് താഴെ വരെ അർജന്റീനയുടെ നീണ്ടു നിൽക്കുന്ന കണക്കുകൾ മാത്രമേ കാണാനാകൂ. ബ്രസീലിന് എടുത്തു പറയാൻ മത്സരത്തിൽ ഒന്നും സംഭവിച്ചതുമില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.